തെരഞ്ഞെടുപ്പിനെ തങ്ങൾ ഒരു ഉത്സവമായാണ് കാണുന്നതെന്നും ആത്മവിശ്വാസമുണ്ടെന്നും എൻ.ഡി.എയുടെ ആറന്മുള മണ്ഡലം സ്ഥാനാർത്ഥി കൺവീനർ അജയകുമാർ വല്ലിയുടത്തിൽ. സ്ഥാനാർത്ഥി പട്ടികയിൽ സ്വന്തം പേര് ഉൾപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് കുമ്മനം രാജശേഖരന്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും സ്ഥാനാർത്ഥി കൺവീനർ അജയകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നിശബ്ദ പ്രചരണത്തിന് ശേഷം 9-ാം തീയതി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി മുന്നോട്ട് പോകുന്നത്. കുമ്മനം രാജശേഖരൻ എന്ന ജനപ്രതിനിധിയുടെ കാൻഡിഡേറ്റ് ചുമതലയുള്ള അജയകുമാർ വല്ലിയുടത്തിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിച്ചത്? ഇത് 5 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ പഴയകാലം പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പം ഇത് ഡെമോക്രാറ്റിക് വേയിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ അതിനെ കൊണ്ടാടുന്നത്. അപ്പം അതിനു മുമ്പ് കഴിഞ്ഞ 5 വർഷത്തിന് ഈ 2021 ശേഷം 26 വരെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു 4 മാസമായി ആറന്മുള നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോൺക്ലേവ് ഉൾപ്പെടെയുള്ള നിരവധി തവണ ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ പിടിച്ചുപറ്റി ഏകദേശം ആറന്മുള നിയോജക മണ്ഡലത്തിലെ BJP അല്ലെങ്കിൽ NDA കാൻഡിഡേറ്റ് ആയിട്ട് വരും എന്ന പേരാണ് അജയൻ വല്ലിയുടത്തിന്റെ പേര് നിർദ്ദേശിച്ച് നമ്മളുടെ മാധ്യമങ്ങളെല്ലാം വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് സ്ഥാനം പിടിക്കാതെ പോയത്? എന്റെ പേര് ഞാനും നിങ്ങൾ കണ്ടുപോലെ തന്നെ പത്രത്തില് എല്ലായിടത്തും സജീവമായിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു കറതീർന്ന ഒരു രാഷ്ട്രവാദിയാണ്. രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ നിലകൊള്ളുന്നത്. ബേസിക്കലി ഞാൻ ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനാണ്. ഞാൻ 1986 മുതൽ ബോംബെയിൽ നിന്നാണ് ഞാൻ സ്വയംസേവനാകുന്നത്. അത് ഇന്ന് തൊട്ട് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ പ്രവർത്തനം. അപ്പൊ പാർട്ടി ഒരാളെ നിശ്ചയിച്ച് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചോളം ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ അതിനേക്കാളും ഉപരി കഴിഞ്ഞ 35 വർഷമായിട്ട് എനിക്ക് ആത്മബന്ധമുള്ള എൻ്റെ ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ എത്രയോ പ്രാവശ്യം തൊട്ട് അനുഗ്രഹവും വാങ്ങിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ചേർന്ന് നീങ്ങുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാജേട്ടൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം കാവി ഉടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പൂർണ്ണമായ ഒരു സന്യാസി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതിലുപരി എന്നെ ആകർഷിച്ച സത്യസന്ധനായ, യാതൊരുവിധ കളങ്കമില്ലാതെ, യാതൊരു സ്ഥാന മോഹങ്ങളുമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ളത് എന്നെ പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ എന്താണെന്നുള്ളത്, കുമ്മനം രാജശേഖരൻ എന്താണെന്ന് ഇപ്പോഴും പലർക്കും അറിയത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. കാര്യം രാജേട്ടൻ ഏതാണ്ട് 30-ലധികം ആശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ സന്യാസിമാരുടെ അല്ല, കുട്ടികൾക്ക് വേണ്ട, അനാഥ ആരും നോക്കാനില്ലാത്തതും വീട്ടിലും വിഷയങ്ങളുള്ള കുഞ്ഞുങ്ങളെ അടക്കം എടുത്ത് നിരവധി ആശ്രമങ്ങൾ സ്ഥാപിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഒരിടത്തും പേര് കുത്തിവെച്ചിട്ടില്ല. എനിക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ 12 വർഷം 2013, 12, 13 തൊട്ട് ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് അടുത്ത് മാനസികമായിട്ടും ഒരുപാട് അടുപ്പം രാജേട്ടനുണ്ട്. അപ്പം രാജേട്ടൻ സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ളത് വളരെ സന്തോഷകരമായ കാര്യവും രാജേട്ടന്റെ സ്വപ്നങ്ങളാണ് എൻ്റെ സ്വപ്നങ്ങളായിട്ട് ഞാൻ ഈ വികസന വേദി സംഘടിപ്പിച്ചത്. രാജേട്ടന്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോ കാര്യങ്ങളും ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ രാജേട്ടൻ സംസാരിക്കുമ്പോൾ വാചാലനാകുകയാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടില്ലാത്ത, കുമ്മനത്തെ ജനിച്ച് ആറന്മുളയുടെ മകനായിട്ട് നിൽക്കുന്ന രാജേട്ടന്റെ ആ സ്വപ്ന പദ്ധതികൾക്ക് അത് കാഴ്ചപ്പാടാണ് എന്നെ കൊണ്ട് ഈ വികസന വേദികളൊക്കെ സംഘടിപ്പിക്കും. വികസനമാണ് നമുക്ക് വേണ്ടത്. അത് ആര് വന്നാലും NDAയുടെ ഒരു MLA വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ വികസനം കൊണ്ടുവരും. ആ വികസന രേഖകൾ കംപ്ലീറ്റ് പഞ്ചായത്തുകൾക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാനത് ചെയ്തു എന്നുള്ളതല്ല, ഞാനൊരു പൗരനാണ്, ഈ രാജ്യസ്നേഹിയാണ്. ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ സന്യാസ തുല്യനായി ജീവിക്കുന്ന രാജേട്ടന് അതിൻ്റെ അമരത്തേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം ആനന്ദം മറ്റൊന്നുമില്ല. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് രാജേട്ടന്.
അപ്പം പ്രധാനമന്ത്രി രാജേട്ടൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ, ജയിക്കും ഉറപ്പാണ്, അപ്പോൾ ഈ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുകയാണ്, പത്തനംതിട്ട ജില്ലയുടെ മുഖച്ഛായ മാറാൻ പോവുകയാണ്. കാര്യം ഇത് പ്രധാനമന്ത്രി ഈ മണ്ഡലം ഏറ്റെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. രാജേട്ടനെ സംബന്ധിച്ചോളം അതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു, കൊട്ടിഘോഷിക്കുന്നു ഒന്നും രാജേട്ടന് ഇഷ്ടമല്ല. കാര്യം രാജേട്ടൻ എന്ന് പറയുന്ന വ്യക്തിത്വം എന്താണെന്ന് ഗവർണറായപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞാനും ആശ്രമത്തിലെ ഉണ്ണിച്ചേട്ടനും രാജേട്ടനോടൊപ്പം ഗവർണറായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പം ശബരിമലയ്ക്കാണ് പോയത്. സന്നിധാനത്ത് ചെന്ന് തൊഴുകയൊക്കെ ചെയ്ത് വളരെ കൂട്ടത്തിൽ നിന്ന് തൊഴാനൊക്കെ ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ മുറിക്കകത്ത് ഒരു 1:30 രാത്രിയിലായപ്പോഴും രാജേട്ടനെ ഉറങ്ങുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താ രാജേട്ടന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 46 വർഷം കണ്ടിന്യൂസ് ശബരിമല വരുന്നുണ്ട്, നിരവധി തവണ ഒരു വർഷം, ഒരു മാസം തന്നെ എത്ര ദിവസം, ഒരു ദിവസം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കയറിയ ദിവസങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യമായിട്ട് ഒരു മുറിക്കകത്ത് എനിക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നു, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. അതിനു മുമ്പൊക്കെ പോകുമ്പോൾ ഒന്നീ മരത്തിന്റെ ചുവട്ടിൽ മരത്തെ ചാരി ഇരുന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും കടല വെരിവെച്ച അതിന്റെ സൈഡിലിരിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു രാജേട്ടൻ. അപ്പൊ അതൊരു സാധാരണക്കാരനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ ആ പവർ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. ആ നന്മ ചെയ്യാനും കാരണം ഒരുപക്ഷെ രാജേട്ടന്റെ സ്വാധീനം എന്നെ ഉണ്ട്. പക്ഷെ അതിലുപരി എന്നെ സംഘപ്രവർത്തനം എന്നുള്ള നിലയിൽ അത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ വികസന കാഴ്ചപ്പാട്, എൻ്റെ മനസ്സിലുള്ള വികസനവും രാജേട്ടന്റെ മനസ്സിലുള്ളത് തന്നെയാണ്. അതിൽ ഞാൻ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചതിന്റെ വെളിച്ചത്തിൽ കുറെ കൂടെ കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ രാജേട്ടന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പൈതൃക ഗ്രാമം, ആറന്മുള എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജിനെ, ആറന്മുള ഹെറിറ്റേജ് കോളേജ്, സ്കൂള്, യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളാണ്. മാരാമണ്ണ് കൺവെൻഷനും അതുപോലെ തന്നെ പരുമലപ്പള്ളിയും മഞ്ഞണിക്കരയും അതുപോലെ ശബരിമല തീർത്ഥാടന കേന്ദ്രവും അതുപോലെ ചെറുകോപ്പഴയും SNDP നടത്തുന്ന, മണിക്കച്ചറ നടത്തുന്ന SNDPയുടെ ആയാലും റാന്നി നടത്തുന്ന SNDPയുടെ യോഗം, ഇതിനെ എല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് കുമ്മനാട്ട് ഹൈബ്രൗൺ പുറത്ത് നടത്തുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ ബന്ധുക്കോസ് IPCയുടെ കൺവെൻഷൻ ആയാലും, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ജൈവ വൈവിധ്യമാണിത്. കാര്യം ഈ വൈവിധ്യം ഈ ലോകത്തിൽ എങ്ങും കാണാൻ കിട്ടത്തില്ല. അപ്പൊ അതിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മത മൈത്രിയിലൂടെ ഒരു വിദ്വേഷവും കൂടാതെ എല്ലാവരുമായിട്ടും ചേർന്ന് ഒട്ടി നിൽക്കുന്ന വ്യക്തിത്വമാണ് രാജേട്ടന്. അതിന് യാതൊരു സംശയമില്ല, അതിനകത്തൊരു മായമില്ല, അതിനകത്ത് വെള്ളം ചേർക്കാതുള്ള പ്രവർത്തനം രാജേട്ടനാണ്. സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ മുതൽ ഈ ആറന്മുളയുള്ള ആൾക്കാരടക്കം, ആറന്മുളയെ ഒഴിച്ചിട്ട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് രാജേട്ടന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. ആ വ്യക്തിത്വം ജയിച്ചു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് എനിക്ക് പരാതിയില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. എൻ്റെ അടുത്ത് നിർദ്ദേശം തന്ന, കാരണം അനൗൺസ് ചെയ്യുമ്പോൾ പോലും അങ്ങനെ പോലും എതിർ സ്ഥാനാർത്ഥിയെ നോവിക്കാൻ പാടില്ല എന്ന് ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ഋഷി തുല്യനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം വേറൊരു സന്യാസി വര്യൻ ഭാരതത്തിന്റെ ചക്രം തിരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഇങ്ങ് തെക്ക് ഈ കേരള ഭൂമിയിലെ ലോകമെമ്പാടും അറിയുന്ന ആറന്മുളയുടെ ചരിത്രം ഈ പ്രാവശ്യം തിരുത്തി എഴുതും. ചരിത്രം സൃഷ്ടിയാണ്. ഇവിടുന്ന് തുടക്കമാണ് ഇവിടുത്തെ നമ്മുടെ ജില്ലയുടെ വികസനം. KK നായർ സാർ എന്നോട് കരുണാകരൻ ചോദിക്കുകയുണ്ടായി, എടോ എന്താണ് വേണ്ടതെന്ന്, മന്ത്രിസ്ഥാനം വേണോ ജില്ല വേണോന്ന്. ഒരു മടിയും കൂടാതെ പറഞ്ഞു, എനിക്ക് ജില്ലയാണ് വേണ്ടത്. അപ്പൊ ആ ജില്ല രൂപീകൃതമായി അദ്ദേഹം കൊണ്ടുവന്ന ഒരു വികസനം അത് മുരടിച്ചു. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല.